ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് അടിപൊളി മാലയാണ് ചെയ്യുന്നത്. ക്യൂട്ടായിട്ടുള്ള നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മാലയാണ്. അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് നോക്കാം. ബീഡ്സ് വേണം, ലോറിയൽസ്, ഹുക്ക്, ജംബറിങ്സ് 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഗിയർ ലോക്ക് 2, പിന്നെ ഗിയർ വയറാണ്, ഗോൾഡൻ കളർ ഗിയർ വയറാണ് എടുത്തിരിക്കുന്നത്. കട്ട് പ്ലെയിൻ. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റിന് ഗിയർ വയർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു പീസ്. അതിനുശേഷം അതിലോട്ട് ഗിയർ ലോക്ക് കോർക്കാം. ഗിയർ ലോക്ക് ഇവിടെ 2 എടുത്തിട്ടുണ്ട്. നമുക്ക് ഗിയർ ലോക്ക് ഈ കുഞ്ഞ് മുത്ത് പോലെ ഇരിക്കുന്ന സാധനം തന്നെയാണ്. ഇത് ഫസ്റ്റ് കോർക്കാം. അതിനുശേഷം വട്ടക്കണ്ണി കോർക്കാം. അപ്പോൾ ഈ ഹുക്ക് കോർക്കാനും ഈ കണ്ണികൾ കോർക്കാനും നമ്മൾ ആദ്യം ഗിയർ ലോക്ക് കോർത്ത ശേഷമാണ് ഇത് കോർക്കുക. അത് കോർത്ത ശേഷം തിരിച്ച് പിടിച്ചിട്ട് ഈ ഗിയർ വയറിൻ്റെ അറ്റം നമ്മൾ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ തിരിച്ച് എടുക്കണം. ഓക്കെ, അപ്പോൾ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഇത് കോർത്ത ശേഷം നല്ല വലിച്ച് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്ത് പ്ലെയർ യൂസ് ചെയ്തിട്ട് ഗിയർ ലോക്കിൻ്റെ മേലെ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടൈറ്റ് ആയിരുന്നോളും, അഴിഞ്ഞു വരില്ല. നമുക്ക് ഗിയർ ലോക്ക് ഉണ്ടെങ്കിൽ ഈ ഹുക്ക് കോർക്കാനും ഈ ജംബറിങ് എല്ലാം കോർക്കാനും വളരെ ഈസിയാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കെട്ടൊക്കെ ഇടണം. കെട്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അഴിഞ്ഞു പോകും. ഈ ഗിയർ വയറാകുമ്പോൾ കെട്ടിട്ട് നിൽക്കണമെന്നില്ല. പിന്നെ നമ്മൾ സാധാരണ നൂലൊക്കെ ആകുമ്പോൾ കെട്ടിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഗിയർ ലോക്ക് ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നീറ്റായിരിക്കും കാണാനും. അപ്പോൾ നമ്മളിതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എക്സസൈസ് ഇരുന്ന് വയറ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് മുത്ത് കോർത്ത് തുടങ്ങാം. അപ്പോൾ വൈറ്റ് കളർ ബീഡ്സ് ആണ് ഞാനിവിടെ കോർക്കുന്നത്. ഫസ്റ്റ് കുറച്ച് ബീഡ്സ് നമുക്ക് ഇത് ഇങ്ങനെ കോർത്തെടുക്കാം. ബീഡ്സ് മാത്രം കോർത്തെടുക്കാം. കാരണം ഈ മാല ഇടുമ്പോൾ ബാക്ക് സൈഡിലേക്ക് വരുന്ന ഭാഗത്ത് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് മുത്തുകൾ മാത്രമാണ് കോർക്കുന്നത്. അപ്പോൾ അത് കുറച്ച് കോർക്കാം. അപ്പോൾ ഈ മുത്ത് കോർക്കുമ്പോൾ ഒരു ആവറേജ് ഒരു നോർമൽ സൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തീരെ ചെറുത് വേണ്ടാന്ന് കരുതി കുറച്ച് വലിയ മുത്ത് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു ആവറേജ് സൈസിലുള്ളതാണ് എടുത്തിരിക്കുന്ന മുത്ത്. നമ്മൾ കുറച്ച് മുത്ത് കോർത്ത് കഴിഞ്ഞു. അതിനുശേഷം ഈ ലോറിയൽസ് കുറച്ച് കോർക്കാം. ഞാനൊരു 10 ലോറിയൽസ് വെച്ചിട്ടാണ് കോർക്കുന്നത്. അതായത് ഒരുപാട് തിക്കല്ലാതെ ഒരു മുത്തിൻ്റെ മേലേക്ക് കുറച്ച് കവറായിരിക്കുന്ന പോലെ വരുന്ന പോലെ കോർത്തിട്ടുള്ളൂ. ഈ ലോറിയൽസ് കുറച്ച് വീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കോർക്കാം. അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ മാത്രം ഇതുപോലെ 10 കോർത്തിട്ട് ഫ്രണ്ടിൽ വരുന്ന ഭാഗം വേണമെങ്കിൽ ലോറിയൽസ് കുറച്ച് കൂടുതൽ കോർക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ലോറിയൽസ് കോർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു മുത്ത് കോർക്കാം. ഒരു മുത്ത് കോർത്ത് കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ കോർത്ത പോലെ തന്നെ ലോറിയൽസ് കോർക്കാം. ഞാനിവിടെ കുറച്ച് ലോറിയൽസ് കോർത്തിട്ടുണ്ട്. അതുപോലെ ഇനി നെക്സ്റ്റ് കോർക്കാം. വീണ്ടും ഒരു മുത്ത്, വീണ്ടും കുറച്ച് ലോറിയൽസ്, പിന്നെയും കുറച്ച് മുത്ത്. അങ്ങനെ ആ ഓർഡറിൽ നമുക്ക് മുഴുവൻ കോർത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവൻ കോർത്ത് കഴിഞ്ഞു. ഞാൻ ഫുള്ളായിട്ട് വീഡിയോയിൽ കാണിച്ചില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അത് കാരണമാണ്. അപ്പോൾ നമ്മൾ ലോറിയൽസ് കോർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു മുത്ത് കോർക്കുക. ആ ഓർഡറിൽ കോർത്ത് വന്നതുപോലെ നമ്മൾ ഒരു മുത്ത് കോർത്ത് ഇവിടെ അവസാനിപ്പിച്ചു. ഇനി ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് മുത്തുകൾ മാത്രമാണല്ലോ കോർത്ത്, ലോറിയൽസ് ഇല്ലാതെ. അതുപോലെ ഈ അറ്റത്ത് നമുക്ക് കുറച്ച് മുത്തുകൾ മാത്രം കോർക്കാം. അതിലൊരു 15 മുത്തുകളാണ് ഞാൻ 2 സൈഡിലും കോർത്തിരിക്കുന്നത്. നമ്മൾ ഒരേ ലെങ്ത് വരാൻ വേണ്ടി ഒരേ നമ്പറിൽ കോർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അവിടെ ഒരു 15 കോർത്തു, ഇവിടെയും കൂടി നമുക്കതുപോലെ കോർക്കാം. ബാക്ക് സൈഡിലും ലോറിയൽസ് വേണമെങ്കിൽ മിക്സ് ചെയ്ത് കോർക്കാം. പിന്നെ അത് അവിടെ നമുക്ക് കാണുമില്ല. അതുമാത്രമല്ല, ഇനിയിപ്പോൾ കുത്തൊക്കെ ചെയ്യും കുട്ടികൾക്കാകുമ്പോൾ, ബാക്കിലൊക്കെ ആകുമ്പോൾ കഴുത്തിൽ കുത്ത് എന്തെങ്കിലും ചെയ്താലെന്ന് പറഞ്ഞിട്ട് അവിടെ ഞാൻ ലോറിയൽസ് കോർക്കാതെ ഈ മുത്തുകൾ മാത്രം കോർത്തത്. അപ്പോൾ നമ്മൾ കോർത്ത് കഴിഞ്ഞു. ഇനി ആദ്യം നമ്മൾ ഗിയർ ലോക്ക് കോർത്ത് ജംബറിങ് കോർത്ത പോലെ തന്നെ ഇവിടെ ഹുക്ക് കോർക്കാം. അപ്പോൾ ഗിയർ ലോക്ക് ആദ്യം കോർക്കുക, അതിനുശേഷം ഹുക്ക് കോർക്കുക. വീണ്ടും ഈ ഇത് തിരിച്ച് പിടിച്ച് പതുക്കെ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ എടുത്ത് നന്നായി വലിച്ച് ടൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൈകൊണ്ട് വലിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ പ്ലെയർ യൂസ് ചെയ്തിട്ട് വലിക്കാം. അപ്പോൾ നന്നായി പ്ലെയർ യൂസ് ചെയ്തിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്പ് വിടണം. അത് മുത്തിനോട് ചേർത്തി ഗിയർ ലോക്ക് ടൈറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഇതുപോലത്തെ സ്പേസ് വിടണം, എങ്കിലേ മുത്തുകൾ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുകയുള്ളൂ. നമ്മൾ നല്ല ടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടിങ്ങനെ മുത്തിങ്ങനെ വളഞ്ഞിരിക്കും. ഇപ്പോൾ ഈ ഭാഗത്ത് നല്ല ടൈറ്റ് ആയത് കാരണം മുത്തിങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഒരു സ്പേസ് ഇത്തിരി ഗ്യാപ്പ് വിട്ടാലാണ് മുത്തെല്ലാം കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വളയാതെ നല്ല ഭംഗിയിലിരിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വിട്ട് അവിടെ ഇതിപ്പോൾ ഇങ്ങനെ മുത്ത് നീക്കി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഫില്ലാവും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് വെച്ച് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കോർത്ത് കഴിഞ്ഞു. ഗിയർ ലോക്ക് ഇട്ടു, ഹുക്ക് കോർത്തു, ടൈറ്റ് ചെയ്തു. പ്ലെയർ യൂസ് ചെയ്ത് നന്നായി വലിച്ച് നമുക്ക് എത്രത്തോളം ഗ്യാപ്പ് വേണോ അത്രയും വിട്ട ശേഷം ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഇനി പ്ലെയർ യൂസ് ചെയ്തിട്ട് ഗിയർ ലോക്കിൻ്റെ മുകളിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെയും ലോക്ക് ചെയ്ത് വെക്കാം. ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് അഴിഞ്ഞു വരില്ല. അതിനുശേഷം ഈ എക്സ്ട്രാ വരുന്ന നമ്മുടെ ഗിയർ വയറുണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം.
കട്ട് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വരുന്ന മുത്തിൻ്റെ ഉള്ളിലൂടെ കോർത്ത് വെച്ചാലും മതി. അപ്പോൾ ഞാനിവിടെ കോർത്ത് വെക്കുന്നില്ല, ജസ്റ്റ് അത് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു മുത്തുമാലയാണ്, അതായത് പേളും ലോറിയൽസും കൂടി കോർത്ത ഒരു മാലയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറക്കാതെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളി ഡിസൈനായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.